ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ബിഗ് ബോസിന്റെ ഒരു കാര്യം, ബിഗ് ബോസിന്റെ തന്ത്രങ്ങളിൽ ഒന്നും വീഴാതെ പിടിച്ചു നിൽക്കുന്ന ഒരാളാണ് ഇപ്പൊ അനുമോൾ എന്ന് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിന്റെ നമ്മൾ തെളിയിച്ചിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഇന്ന് ശരിക്കും അനുമോൾക്ക് വേണ്ടിയാണ് ഒരു ഗെയിം അതിനകത്ത് വന്നത്. ഒരു ഗെയിം എന്ന് പറയാൻ പറ്റില്ല, അവരൊരു അഭിപ്രായം പറയുന്നത്. അവർക്ക് ഇതിനകത്ത് ആരോടാണ് ഏറ്റവും കൂടുതൽ അടുപ്പുള്ളത്, അവര് എന്തുകൊണ്ട് ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് നിൽക്കണമെന്ന് പ്രേക്ഷകര് വിചാരിച്ച് അവർക്ക് വോട്ട് ചെയ്യണം. പിന്നെ അവർക്ക് ഇതിനകത്ത് വന്നിട്ട് അവർക്ക് ഒരു റിഗ്രറ്റ് തോന്നിക്കഴിഞ്ഞ ഒരു തെറ്റ് എന്താണെന്ന് തോന്നിയ ഒരു കാര്യം എന്താണ്, ഇതൊക്കെ പറയാനാണ് കേട്ടാ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. ഇത് അനുമോൾ ഉദ്ദേശിച്ചുള്ള തന്നെയാണെന്ന് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാല്, ഇതില് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലേ, ഇവർക്ക് ഇവിടെ വന്നിട്ട് ഇവർക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്ന് തോന്നുന്ന ഒരു കാര്യം എന്താണ് എന്ന് പറഞ്ഞപ്പോ അതിന് അനീഷ് എഴുന്നേറ്റ് എന്ന് പറയുന്നുണ്ട്. അനീഷിന് തെറ്റ് പറ്റിയ ഒരു കാര്യം എന്താണെന്ന് അനീഷ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഷാനവാസ് വന്ന് പറയുന്നുണ്ട്. ഷാനവാസ് എന്തായാലും ബിഗ് ബോസിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെവിനോടുള്ള ആ ഒരു വിഷയം ഉണ്ടല്ലോ, നെവിൻ കയറി പിടിച്ചു, വളരെ മോശമായിട്ട് പെരുമാറി എന്നുള്ള രീതിയിൽ ഷാനവാസ് ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യം ഉണ്ടല്ലോ, ആ കാര്യത്തിൽ ഷാനവാസിനെ കൊണ്ട് ഒരു മാപ്പ് പറയിപ്പിക്കണം എന്ന് ബിഗ് ബോസ് ഉദ്ദേശിച്ചിരുന്നു. അപ്പൊ ആ ഉദ്ദേശം ഷാനവാസിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഷാനവാസ് ഒരു ഗെയിം തന്നെ കളിച്ചു. ആദ്യം തന്നെ നെവിന്റെ ഈ കാര്യം കണ്ട് എനിക്ക് നെവിനോട് അങ്ങനെ ഒരു തോന്നിയിരുന്നു, അതിലിപ്പോ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഷാനവാസ് പറഞ്ഞു. അതേപോലെ നെവിനും തിരിച്ചു പറഞ്ഞു. അപ്പൊ ആ ഒരു പ്രോബ്ലം, ഒരു ഇഷ്യൂ അവിടെ സോൾവ് ആയിപ്പോയി. അത് ഭയങ്കര സന്തോഷമാണ് ലാലേട്ടനുള്ളത്. അപ്പൊ ലാലേട്ടൻ ഇവരൊക്കെ പറയുമ്പോൾ എപ്പോഴും ഇവർ രണ്ടാളും പറഞ്ഞപ്പോഴാണ് ലാലേട്ടൻ അതിന് വേണ്ടിയിട്ട് റിയാക്ട് ചെയ്ത് എനിക്ക് തോന്നിയത്. വളരെ നല്ല രീതിയിൽ പറഞ്ഞു. പിന്നെ അനുമോളുടെ ടേൺ എത്താണ്. അപ്പൊ അനുമോൾ ഇപ്പൊ പറയും, അതായത് ആ പുതപ്പിനുള്ളിൽ ജിസയിലും ആരിലും കൂടി കിടന്നപ്പോ എനിക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ഞാനത് കണ്ടു എന്ന് പറഞ്ഞത്. പക്ഷെ അതിൽ എനിക്കിപ്പോ ഒരു റിഗ്രറ്റ് ഉണ്ട്. ആ ഒരു കാര്യത്തിൽ ഞാൻ പിൻവലിക്കുകയാണ്, എന്നോട് ക്ഷമിക്കണം ലാലേട്ട, അത് ഞാനത് കണ്ടിട്ടില്ല, അത് എന്റെ ഭാഗത്തു നിന്നൊരു തെറ്റാണ്. അതിന് അങ്ങനെ അനുമോൾ പറയുമെന്ന് പ്രതീക്ഷിച്ചാണ് കേട്ടോ ഈ ബിഗ് ബോസ് സത്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം ഇട്ടുകൊടുത്തത്. ലാലേട്ടനും അത് പ്രതീക്ഷിച്ചു. അതോടുകൂടി ആ ഒരു പ്രോബ്ലം, ആ ഒരു ഇഷ്യൂ അവിടെ സോൾവ് ചെയ്ത് പോകും എന്നാണ് ഇവരൊക്കെ പ്രതീക്ഷിച്ചത്. പക്ഷെ അനുമോൾ ആരാണ്? അനുമോൾ എന്താ ഒന്നും തന്നെ പറഞ്ഞില്ല. അനുമോള് പറഞ്ഞത് വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നിട്ട് അനുമോള് അതിൽ നിന്ന് സ്കൂട്ടാണ് ചെയ്തത്. അപ്പൊ ബിഗ് ബോസിന്റെ ആ ഒരു തന്ത്രം അവിടെ പാളിപ്പോയി. അവിടെയാണ് അനുമോളുടെ ഒരു ഗെയിമറെ ഞാൻ കണ്ടത്. അനുമോൾ ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം കിട്ടി, എല്ലാവരും ഒരു കാര്യം, അനീഷ് പറയുന്നു, ഷാനവാസ് പറയുന്നു, എല്ലാവരും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവർക്ക് അതിനുള്ളിൽ റിഗ്രറ്റ് ആയി തോന്നിയതെന്ന് അവർ പറയുമ്പോൾ അനുമോളുടെ ഭാഗത്തുനിന്ന് ഏറ്റവും വലിയ തെറ്റായിട്ട് ബിഗ് ബോസും ആര്യന്റെയും ജിസേലിന്റെ ഒക്കെ ഫാൻസും മറ്റുള്ള പ്രോഗ്രസീവ് തോട്ടുള്ള ഒനീലിനെ പോലുള്ള കണ്ടസ്റ്റൻസും അതിനുള്ള ഏകദേശം എല്ലാ കണ്ടസ്റ്റൻസും തന്നെ പറയാം, ചില പ്രേക്ഷകരൊക്കെ അനുമോൾക്ക് എതിരെ നിൽക്കുന്ന ഒരു കാര്യം എന്നാണ് ഈ പുതപ്പിനുള്ളില് കുത്സിതം കണ്ടെത്തി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അത് അനുമോള് എന്റെ ഭാഗത്ത് ഞാൻ കണ്ടിട്ടില്ല, അത് എന്റെ ഭാഗത്ത് തെറ്റാണ്, എനിക്കിപ്പോ അതിലൊരു വിഷമം തോന്നുന്നു തുറന്നു പറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ബിഗ് ബോസിന് ശരിക്കും തെറ്റിപ്പോയി. നല്ലൊരു അടി കിട്ടിയ പോലെ. അത് ലാലേട്ടനും അത് കൊണ്ടാണ് ലാലേട്ടൻ ദേഷ്യം വന്നത്. ഇതൊക്കെ ലാലേട്ടൻ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു എലിമിനേഷന്റെ ആ ഒരു ലാസ്റ്റ് സ്റ്റേജ് എത്തിയപ്പോ ആദിലക്ക് മാല ഇടേണ്ട ഒരു ഘട്ടം വന്നപ്പോ സേവ് ആണ് എന്ന് കണ്ടപ്പോ നൂറയും അതുപോലെ തന്നെ അനുമോളും കൂടെ അതിനകത്തുനിന്ന് ഓടി വരുന്നുണ്ട്. ഈ അവരെ അതിനകത്ത് പുറത്തേക്ക് വന്നപ്പോ ലാലേട്ടൻ പിണങ്ങിപ്പോയി. അത് സത്യത്തിൽ ലാലേട്ടൻ അനുമോളുള്ള ഒരു ദേഷ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. പലരും പറയുന്നുണ്ട് അല്ല, അനുമോളെ അത് കൂടുതൽ ഇഷ്ടം കൊണ്ടാണ് അനുമോളെ ചീത്ത വഴക്ക് പറയുന്നത്, അതൊന്നുമല്ല. ലാലേട്ടൻ ഇപ്പോഴും ആ ഒരു കാര്യം സോൾവ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ബിഗ് ബോസ് ലാലേട്ടന് കൊടുത്തിട്ടുള്ള ഒരു തന്ത്രമായിരിക്കും അത്. ലാലേട്ടൻ കുറെ പറഞ്ഞു നോക്കും, ലാലേട്ടന്റെ ആ ഒരു ഇമേജ് വെച്ചിട്ട് ഒരു ലെജൻഡ് ആണല്ലോ, അപ്പൊ അതുകൊണ്ട് ലാലേട്ടൻ പറഞ്ഞ കേൾക്കും എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ അനുമോള് സിംഗപ്പെണ്ണ് തന്നെ ഞാൻ പറയും, ആ പറഞ്ഞ ആ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കാണ്. അതാണ് ഷാനവാസും അനുമോളും തമ്മിലുള്ള വ്യത്യാസം, അവരുടെ ഗെയിം തമ്മിലുള്ള വ്യത്യാസം. ഷാനവാസിന്റെ ഒരു ഗെയിം എന്ന് പറയുന്നത് പ്രേക്ഷകരെയൊക്കെ കയ്യിലെടുക്കാനുള്ള രീതിയിൽ ഒരു തന്ത്രം, ഒരു നന്മമരം ചെറിയ സമയത്ത് അവിടെ വരുന്നുണ്ട്. പക്ഷെ ഈ കുലസ്ത്രീ എന്ന് പറഞ്ഞിട്ട് അനുമോളെ തള്ളാനൊന്നും പറ്റില്ല. അനുമോൾ അങ്ങനെ അത്രയ്ക്ക് വലിയൊരു കുലസ്ത്രീ ഒന്നും അല്ല. അത് അനുമോളെ തുറന്നു പറഞ്ഞിട്ട് അതൊക്കെ അവര് വെറുതെ ഒരു ടാഗ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇപ്പൊ കുശുമ്പും കുഞ്ഞായും പറയുന്ന ഒരാളാണ് ബിന്നി എന്ന് പറയുന്നത്. ബിന്നിയേക്കാൾ ഏറ്റവും കൂടുതൽ കുശുമ്പും കുഞ്ഞായും പറയുന്നത് വേറൊരു പെണ്ണല്ല, ഒരു ആണാണ്, അത് അഭിലാഷാണ്. അഭിലാഷ് ബീൻ ബാഗിൽ ഇരുന്ന് ഏറ്റവും കൂടുതൽ കുശുമ്പും കുഞ്ഞായ്മയും കുതന്ത്രങ്ങളും മെനയുന്നു. അതില് ഭാഗമാക്കുന്നത് ഒനീലിനെയാണ്.
പിന്നെ വരുന്ന മറ്റുള്ള ആൾക്കാരൊന്നും ഇല്ലാത്ത സമയത്ത് ഇവർ രണ്ടുപേരും പറയുന്നത് മുഴുവൻ മറ്റുള്ളവർ കുറ്റങ്ങളും കുശുമ്പുകളും മാത്രമാണ്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അഭിലാഷ്. അപ്പൊ അതുകൊണ്ട് പിന്നീട് ഈ ഒരു കുത്തിത്തിരിപ്പ് എന്ന് പറയുന്ന ഈ ഒരു ടാഗ് എടുത്തിട്ട് ശരിക്കും അഭിലാഷിനാണ് കൊടുക്കേണ്ടത്. ഞാൻ ബിഗ് ബോസ് ഹൗസിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അഭിലാഷിന്റെ ഈ ഒരു ഗെയിം പൊളിച്ചടക്കി കൊടുത്തേനെ. പക്ഷെ അഭിലാഷ് വളരെയധികം അതിനകത്ത് മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റി അങ്ങ് മുന്നേറി പോണ്. അഭിലാഷിന്റെ ഭാഗത്തുനിന്ന് യാതൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടെന്ന് എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല. അപ്പൊ പറഞ്ഞതിന് ഇത്രയേ ഉള്ളൂ. അനുമോളെ എന്തായാലും ലാലേട്ടൻ വിട്ടുകൊടുത്തിട്ടില്ല, ലാലേട്ടൻ ഒരു മാപ്പ് കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ലാലേട്ടൻ ഇത്രയ്ക്കും ചെറിയൊരു ഇഷ്യൂവിന് പോലും ഇനി ബിഗ് ബോസ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നതൊക്കെ. അതിനേക്കാളും വലിയ വലിയ ഒരുപാട് കാര്യങ്ങളൊക്കെ ജിസേലും ആര്യനും ഒക്കെ ചെയ്തിട്ട് പോലും ഇങ്ങനെ പിണങ്ങി പോയിട്ടൊന്നുമില്ല. ആ ആര്യനോടും ജിസേലിനോടും ചോദിക്കേണ്ട പല കാര്യങ്ങളും ചോദിച്ചിട്ടില്ല, അക്ബറിനോട് ചോദിക്കേണ്ട പല കാര്യങ്ങളും ചോദിച്ചില്ല. അപ്പൊ അക്ബർ എന്താണ് പറഞ്ഞത്? രേണുസുതിയെ സെപ്റ്റ് ടാങ്ക് എന്ന് വിളിച്ചാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഒരു വിഷമമായിട്ട് തോന്നിയത്. അതിനുശേഷമല്ലേ മസ്താനി വന്നപ്പോ കക്കൂസ് എന്ന് വിളിച്ചത് അല്ലെ? ആര്യൻ അനീഷിനെ കക്കൂസ് തുമ്പി എന്ന് വിളിച്ചത്. ഇത്രയും മോശപ്പെട്ട വാക്കുകളൊക്കെ അവിടെ പ്രയോഗിച്ചിട്ടുള്ള വ്യക്തികളോട് അതിനെ കുറിച്ചിട്ട് ലാലേട്ടൻ ഇന്നേ വരെ ചോദിച്ചായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നേരെ മറിച്ച് ഇപ്പൊ അനുമോളാണ് ഇത്തരത്തിലൊരു വാക്കെടുത്തെങ്കിൽ അത് വലിയൊരു ടാഗ് ലൈൻ ആക്കി വലിയൊരു പ്രൊമോ ആക്കി ഉരുട്ടിപ്പരട്ടി നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കും. അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും സിംഗപ്പെണ്ണിന്റെ ഒരു പ്രയാണം മുന്നോട്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഷാനവാസിന്റെ ഒരു ഫാൻസ് ഫോളോയിങ് ഇന്ന് വരെ വളരെ കൂടുതലായിരുന്നു. നാളെ നമ്മൾ ഇടിയാൻ ചാൻസ് ഉണ്ട്. കാരണം പ്രേക്ഷകർക്ക് ഇത്തരത്തിലുള്ള ഒരു മാപ്പ് പറച്ചിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അത് ഷാനവാസിന്റെ ഗെയിമായി. കാരണം പ്രേക്ഷകർ പൊട്ടന്മാരാക്കി പോലെ ഒരു രീതിയിലോട്ട് മാറിപ്പോയി അത്. കാരണം ഇത്രയും വലിയ ഒരു സെൻസിറ്റീവ് ഇഷ്യൂ കൊണ്ടുവന്നിട്ട് അത് എന്റെ ഭാഗത്തുനിന്ന് വന്നൊരു തെറ്റാണ് എന്നുള്ള രീതിയിൽ ആക്കി തീർക്കുമ്പോൾ അത് പുറമെ ചർച്ച ചെയ്തുള്ള പ്രേക്ഷകരെല്ലാവരും പൊട്ടന്മാരായി പോയ ഒരു പ്രതീതിയാണ് വരുന്നത്. പക്ഷെ അനുമോള് നേരെ കുറച്ച് അനുമോൾ എന്താ നിൽക്കുന്നത്? അനുമോള് പറഞ്ഞ ആ ഒരു കാര്യത്തിൽ ഇന്നേ വരെ ഒരു മാപ്പും പറഞ്ഞിട്ടില്ല. കണ്ടു എന്ന് പറഞ്ഞത് അവർ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് ഷാനവാസിന്റെ കളിയും അനുമോളുടെ ഗെയിം തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഒരാള് നിൽക്കുന്നു, ഒരാള് ഗെയിമിന് വേണ്ടി അടിക്കുന്ന നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് വ്യത്യാസം. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഇപ്പൊ അനുമോളുടെ ഗെയിമിനോട് ഒരുപാട് ഇഷ്ടം കൂടി വരികയാണ്. കാരണം വെച്ചാൽ അവര് പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അത് അവർക്ക് തെറ്റാണെന്ന് അവർക്ക് തോന്നുന്നില്ല. അവരത് തെറ്റാണെന്ന് ഒരുപാട് പ്രേക്ഷകർക്ക് തോന്നിയിട്ടില്ല. അനുമോൾ അവിടെ മാറ്റി പറയുകയാണെന്ന് വിചാരിക്കുക. ഞാൻ ആ കണ്ടത് തെറ്റായി പോയി എന്നെ പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പൊ ഈ പ്രേക്ഷകരൊക്കെ അനുമോള് കൂടെ നിന്ന് പ്രേക്ഷകരൊക്കെ എന്ത് കരുതും? ഈ ഷാനവാസ് പ്രേക്ഷകരെ വഞ്ചിച്ച പോലെയല്ലേ ഇപ്പൊ അനുമോള് ചെയ്തിട്ടുണ്ടാവാം അല്ലെ? അനുമോളുടെ അടുത്ത് പിന്നെ അനുമോളുടെ ഗ്രാഫ് എന്ന് പറയുന്നത് അനുമോളുടെ പ്രേക്ഷക പിന്തുണ എന്ന് പറഞ്ഞത് ഉണ്ടാവില്ല. ശരിക്കും അനുമോൾ തകർന്നു തന്നെ പോകുന്ന കാര്യം ഉറപ്പാണ്. അപ്പൊ എന്തായാലും അനുമോളെ എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും അതിനകത്ത് ബിഗ് ബോസിനകത്തും ബിഗ് ബോസ് ക്രൂസും അവരിഷ്ടപ്പെടാത്ത ജിസേലിന്റെയും ആര്യന്റെയും അക്ബറിന്റെ ഫാൻസ് പറഞ്ഞാലും അനുമോള് എന്നും നമ്പർ 1 ആയിട്ട് തന്നെ അവരുടെ ഒരു സ്ഥാനം നിലനിർത്തി പോകുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം.